ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓൺലൈൻ ക്ലാസ്സിലെ ഫെബ്രുവരി ബാച്ചിലർ സ്റ്റുഡൻറ്റ് ഒരു വീഡിയോ അയച്ചു തന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യുന്നത് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ക്ലാസ് വീഡിയോ അല്ല, ഈ സെപ്പറേറ്റ് ആ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടി മാത്രം ഞാൻ എടുത്തതാണ്. അപ്പോൾ അതായത് നമ്മളിവിടെ കോപ്പർ വയറും കട്ട് ബീഡ്സ് ഒക്കെയാണ് കേട്ടോ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ കോപ്പർ വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതൊരു 3mm ഞാൻ എടുത്തത്. 4mm ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. 4mmലാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ 4mm ഉണ്ടായിരുന്നില്ല, 5mm ആണ് പിന്നിരിക്കുന്നത്. അത് ഭയങ്കര കട്ടി കൂടുതലാണ്, അപ്പോൾ അത് ഒട്ടും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 3mm വെച്ചാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് കോപ്പർ വയറിലേക്ക് ഒരു 4 കട്ട് ബീഡ് ഇതുപോലെ കോർത്ത് കൊടുക്കാം. ഫസ്റ്റിൽ നമ്മൾ 4 കട്ട് ബീഡാണ് കോർക്കുന്നത്. അതിന് ശേഷം 3 കട്ട് ബീഡ് മാറ്റിയിട്ട് ലാസ്റ്റ് നമ്മൾ കോർത്ത ഒരു കട്ട് ബീഡിലൂടെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ത്രെഡ്, അതായത് കോപ്പർ വയർ ഇതുപോലെ ക്രോസ് ആയിട്ടൊന്ന് കോർത്ത് വലിച്ചു കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ വലിച്ച് ടൈറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഇതാ സെൻറ്ററിൽ വരണം കേട്ടോ, കറക്റ്റ് സെൻറ്ററിൽ വരണമെങ്കിൽ നമുക്കിത് ഫുള്ളായിട്ട് കോർത്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ, ത്രെഡ് തികയുള്ളൂ. അപ്പോൾ സെൻറ്ററിൽ നമ്മളിത് അതുപോലെ കോർത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിക്കണം കേട്ടോ. 2 സൈഡിലേക്ക് നമുക്ക് പ്ലെയർ വെച്ചിട്ട് ടൈറ്റാക്കി വലിച്ചു കൊടുക്കാം. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. ഇത് 3mm ആയ കാരണമാണ് കുറച്ച് കനം കുറവാണ്. അപ്പോൾ നമുക്കത് വിചാരിച്ച പോലെ നിൽക്കില്ല. 4mm ആകുമ്പോൾ കുറച്ചും കൂടി കട്ടി ഉണ്ടാവും. അപ്പോൾ നമ്മളത് ടൈറ്റാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആവും. ഇതുപോലെ വലിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളിത് ഇതുപോലെ 2 സൈഡും ഒന്ന് മുകളിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ടൊന്ന് വലിച്ചു കൊടുത്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസ് ആവാതിരിക്കും. ഇനി നമുക്ക് വീണ്ടും കോർക്കണം. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു സൈഡിൽ 2 കട്ട് ബീഡും ഒരു സൈഡിൽ 1 കട്ട് ബീഡും കോർക്കാം. നമുക്കിതാ ഒരു സൈഡിൽ നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ 4 എണ്ണം കോർത്തുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് 3 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു സൈഡിൽ 2 എണ്ണം, ഒരു സൈഡിൽ നമ്മൾ ഒരെണ്ണവും കോർത്തു. ഇനി നമ്മൾ ഒരെണ്ണം കോർത്തെടുത്ത കോപ്പർ വയറിനെ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഓപ്പോസിറ്റ് 2 എണ്ണം കോർത്തതിൽ ഒരെണ്ണം എടുക്കുക, ലാസ്റ്റിൽ ഒരെണ്ണം എടുക്കുക. അതിലൂടെ ഈ ഒരു സൈഡിൽ കോർത്ത കോപ്പർ വയർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്രോസ് ആയിട്ട് കോർത്ത് കൊടുത്തിട്ട് ഇത് അതുപോലെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കും. ഇവിടെ ശ്രദ്ധിക്കണം, ആ ഒരു സെൻറ്ററിൽ വരുന്ന രീതിയിൽ വലിക്കണം കേട്ടോ. വലിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകരുത്, കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വലിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിച്ച് നന്നായിട്ട് ടൈറ്റാക്കാനും മറക്കരുത്. പ്ലെയർ വെച്ച് തന്നെ ടൈറ്റാക്കിക്കോളൂ, അല്ലെങ്കിൽ ഒന്ന് ലൂസായി പോകും. ഈ 3mm ആകുമ്പോൾ ലൂസായി വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ നന്നായിട്ട് ടൈറ്റാക്കുക. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ പിടിച്ചിട്ടൊന്ന് ഇതുപോലെ 2 മുകളിലേക്കൊന്ന് പിടിച്ച് പ്രസ് ചെയ്ത് മുകളിലേക്ക് ആക്കി വയ്ക്കുക. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് അവിടെ ടൈറ്റ് ആവും. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സൈഡിൽ ഒരെണ്ണം, ഒരു സൈഡിൽ 2 എണ്ണം, അങ്ങനെ നമ്മളൊരു 3 ലെയർ കോർക്കണം കേട്ടോ. ഇപ്പോൾ നമുക്കിത് 3 ആയെങ്കിലും ഒരു ലെയറും കൂടി കോർക്കണം. അതായത് ഫസ്റ്റിൽ 4 എണ്ണം, പിന്നെ 3 എണ്ണം, പിന്നെ 3 എണ്ണം, ലാസ്റ്റിൽ നമ്മൾ 2 എണ്ണമാണ് കോർക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സൈഡിൽ 2 എണ്ണം, ഒരു സൈഡിൽ ഒരെണ്ണം കോർത്തുമല്ലോ. അങ്ങനത്തെ ഈ ഒരു സ്റ്റെപ്പ് 3 ലെയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് എടുക്കുക. അതിൽ 2 എണ്ണമാണ് കോർക്കണം. അത് ഞാൻ വരുന്നതിൽ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിത് ഇതിനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുകയാണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 3 ലെയർ വന്നു. ഇനി ലാസ്റ്റത്തെ 4ാമത്തെ ലെയറാണ്, അവിടെയാണ് നമ്മൾ 2 എണ്ണം കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ പ്ലെയർ വെച്ചിട്ട് നമ്മൾ വലിച്ച് ടൈറ്റാക്കി കൊടുക്കണം. ഇനി നമുക്കിതിനെ ഒന്ന് പ്രസ്സാക്കി പോകണം കേട്ടോ എല്ലാ സൈഡും. കാരണം കമ്പി ആയ കാരണം നമുക്കതിനെ ലെവലാക്കി കൊടുക്കാൻ പറ്റും. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിലേക്ക് ഒന്ന് വലിച്ചു വെച്ച് കൊടുക്കുക. ഇനി ലാസ്റ്റിലത്തെ സ്റ്റേജാണ്. അതിൽ നമ്മൾ ചെയ്യുന്നത് 2 സൈഡിലും ഓരോന്നേ കോർക്കുന്നുള്ളൂ. ലാസ്റ്റിൽ നമ്മൾ 2 എണ്ണേ കോർക്കുന്നുള്ളൂ. ഫസ്റ്റിൽ നമ്മൾ 4 എണ്ണം കോർത്തു, ലാസ്റ്റിൽ നമുക്ക് 2 എണ്ണേ വരുന്നുള്ളൂ. 2 സൈഡിലും ഓരോന്ന് കോർക്കുക. ബാക്കി നമ്മൾ ഫസ്റ്റ് കോർത്തയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 സൈഡിലേക്ക് നമ്മൾ ഓരോ കട്ട് ബീഡ് വീതം കോർത്തു. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇവിടെയാണ് നിങ്ങൾക്ക് ഡൗട്ട് വരിക എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. കണ്ടോ, 2 സൈഡിലും നമ്മൾ കോർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്തതിന് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി വയ്ക്കണം. അതായത് സെൻറ്ററിലുള്ളത് അവിടെ നിർത്തിയിട്ട് 2 സൈഡിൽ നിന്ന് ഇതുപോലെ ജസ്റ്റ് ഇതാക്കണ്ട, സ്ക്വയർ രീതിയിൽ വരും. ഒരു സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ മടക്കി വയ്ക്കുക. ഇനി നമ്മളിതാ ഇതുപോലെ വച്ചതിന് ശേഷം നമ്മുടെ 2 സൈഡിൽ ഓരോന്ന് കോർത്ത കമ്പി ഉണ്ടല്ലോ, അതിൽ ഒരു കമ്പി എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ഫസ്റ്റ് ചെയ്തതിൻ്റെ ആ സെൻറ്ററിൽ വരുന്ന കട്ട് ബീഡിലൂടെ കോർത്ത് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുകയാണ്. ഇവിടേക്കാണ് കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരും. ഇത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതല്ല. ഇതിൻ്റെ പാറ്റേൺ എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഈ കമ്പി വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് പാടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കനം കുറഞ്ഞ ഇലാസ്റ്റിക് ത്രെഡോ അല്ലെങ്കിൽ നമ്മുടെ നൈലോൺ ത്രെഡ് വെച്ചിട്ട് സൂചി വറുത്തിച്ച് കോർത്തെടുക്കാം. അങ്ങനെയാണെങ്കിലും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഈ കമ്പി വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വലിച്ചെടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ വലിച്ച് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പോസിറ്റ് ഉള്ളതും ഇതുപോലെ തന്നെ ക്രോസ് ആയിട്ട് കോർക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബീഡ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് ബീഡ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ബീഡ് കുറച്ച് ചെറിയ ബീഡായിരുന്നു. അപ്പോൾ അത് മാറ്റി ഞാൻ കുറച്ചും കൂടി വലിയ ബീഡ് എടുത്തുട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇട്ട് നോക്കുക, ഊരി പോകുന്നുണ്ടോ എന്ന് ബീഡ് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ആ ഒരു സൈസിൽ വേണം ബീഡ് എടുക്കാനായിട്ട്. ഇനി നമ്മൾ കോർക്കാതെ വെച്ചിരിക്കുന്ന ആ ഒരു കമ്പി ഉണ്ടല്ലോ, ഒറ്റ ബീഡ്, ഒരു കട്ട് ബീഡ് ഇട്ട് വെച്ചിരുന്നത്, അത് അതിൻ്റെ നേരെ അടുത്ത് വരുന്ന കട്ട് ബീഡിലൂടെ ഇതുപോലെ ഓപ്പോസിറ്റിലേക്ക് കോർത്ത് കൊടുക്കുക.
ഇങ്ങനെ നേരത്തെ നമ്മൾ കോർത്തു, അതിന് ശേഷം ബീഡിട്ടതിന് ശേഷം ആ ഒരു സ്ക്വയർ ഷേപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ വേണ്ടോ, നമ്മളിത് അതുപോലെ വലിച്ച് കറക്റ്റാക്കി പോവുക. പ്ലെയർ വെച്ച് വലിക്കുമ്പോൾ മാത്രമേ അത് ശരിക്കും നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഷേപ്പൊന്നും പോകാതിരിക്കാൻ നമ്മൾ ആ ചെയ്ത് വറക്കുമ്പോൾ നന്നായിട്ട് മുറുക്കി പിടിക്കുക കേട്ടോ. അടിയിലൊക്കെ നന്നായിട്ട് മുറുക്കി പിടിച്ചിട്ടൊക്കെ വലിച്ചു കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു ഷേപ്പ് നമ്മൾ പെട്ടെന്ന് വലിച്ചെടുക്കുമ്പോൾ ഷേപ്പ് പോവാതെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ബീഡ് അതിൽ ലോക്കാക്കി കണ്ടോ. ആ ബീഡ് കറക്റ്റ് സൈസാണെങ്കിൽ മാത്രമേ അത് ലോക്കായിട്ട് ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഊരിപ്പോരും. ഇനി നന്നായിട്ട് 2 സൈഡും വലിച്ചു കൊടുക്കുക. ഇനി ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രം അതൊന്ന് ചുറ്റി കൊടുത്തിട്ട് കട്ട് ചെയ്ത് കളയാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഒരു ലെയർ അത് കോർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടിയും നമുക്കൊരു ബലം കിട്ടും. ഇനി നമ്മളത് ഏതെങ്കിലും ഒരു കമ്പി ഇതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള കട്ട് ബീഡിലൂടെ ചുറ്റി നമ്മൾ ഒരു കമ്പി നിൽക്കുന്നതിലേക്ക് കൊണ്ടുവരിക. ഏത് സൈഡിലെ കമ്പി എടുത്താലും കുഴപ്പമില്ല, അതിനെ ചുറ്റി 2 കമ്പിയും കൂടി ഒരുമിച്ച് വരണം, എങ്കിലേ നമുക്കതിനെ പിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ കോർത്ത് വരിക, അതായത് മുകളിലുള്ള ഈ 4 കോർത്ത് വരണം. ഇതുപോലെ കോർത്ത് ഇനി അതിൻ്റെ അടുത്തുള്ളതിൽ കോർത്ത് ലാസ്റ്റ് നമ്മുടെ 2 കമ്പിയും ഒരേ കട്ട് ബീഡിൻ്റെ ഉള്ളിലൂടെ വരണം. ആ രീതിയിൽ കോർത്ത് കൊണ്ടുവരിക. ലാസ്റ്റ് നമ്മുടെ 2 കമ്പിയും ഒറ്റ കട്ട് ബീഡിൽ വരും. അങ്ങനെ ആയിട്ട് വേണം നമുക്ക് പിരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള ജ്വല്ലറീസൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനും ഡീറ്റെയിൽസ് അറിയാനും ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം. അപ്പോൾ അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ അടുത്ത ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവാം. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ, ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ജ്വല്ലറി മേക്കിങ്ങും ഹെയർ ആക്സസറീസും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതേ നമ്മൾ ലാസ്റ്റിലെ കട്ട് ബീഡിലും കൂടി കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കോർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പി രണ്ടും ഒരേ സ്ഥലത്തെത്തും. അപ്പോൾ അതിന് നമുക്ക് ചുറ്റിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു കമ്പിയിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ നൈലോൺ ത്രെഡിലോ അല്ലെങ്കിൽ നമ്മുടെ സാധാ ത്രെഡിലായാലും കട്ടിയിൽ കോർത്താലും അത് എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട്. 4mm കോപ്പർ വയർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, കുറച്ചും കൂടി സ്റ്റിഫായിട്ട് നിൽക്കും അത്. ഇത് ചെയ്യാൻ എപ്പോഴും നല്ലത് ത്രെഡ് തന്നെയാണ്, നമുക്ക് എളുപ്പത്തിൽ കോർത്തെടുക്കാൻ പറ്റും. ഫിനിഷിങ് കിട്ടുന്നത് നമ്മൾ കമ്പിയിൽ ചെയ്യുമ്പോഴാണ്, കാരണം അത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. നമ്മൾ 2 കമ്പിയും കൂടി 2-3 വട്ടം പിരിച്ചു കൊടുത്തിട്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പെൻഡൻറ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് മാലയ്ക്ക് പെൻഡൻ്റായിട്ടും കമ്മലായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ കമ്മലാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഐപ്പിന്നെ കുറച്ച് ലെങ്ത്തിലുള്ള ഐപ്പിന്നെ എടുത്തിട്ടുണ്ട്. ഐപ്പിന്നിൻ്റെ അടിയിൽ നമ്മൾ ഗുങ്കുരു പോലെ വൈറ്റ് പേൾ ബീഡ് ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗുങ്കുരുവായിട്ട്. അപ്പോൾ അത് അടിയിലിട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലിട്ട പേൾ ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഐപ്പിന്നൊന്ന് കോർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ 2 ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ബീഡ് ഇട്ടതിന് ശേഷം നമ്മളൊരു പേൾ ബീഡും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഈ കമ്മൽ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിന് നമ്മുടെ ഐഡിയയ്ക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതിലേക്ക് ഐപ്പിന്നെ ഇട്ടിട്ട് അതിലേക്ക് മുകളിലൊരു ബീഡ് മാത്രം ഇട്ടിട്ടോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത കട്ട് ബീഡ് ഇട്ട് കൊടുത്തിട്ടോ, അതൊന്നും വേണ്ട. വെറുതെ സൈഡ് റിങ് ഇട്ട് ഇതിൻ്റെ ഇടയിൽ സൈഡ് റിങ് ഇട്ട് കൊടുത്തിട്ട് ഇയർ ഹൂക്ക് ഇട്ട് കൊടുത്ത് ആ ഒരു പെൻഡൻറ്റ് മാത്രമായിട്ടുള്ള ഇയർ റിങ്സോ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ അത് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. നല്ല ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന ഒരു കമ്മലായിട്ടാണ്. ഇനി നമ്മൾ അവിടെ അത് കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് നമ്മുടെ ഇയർ ഹൂക്ക് ഇട്ട് കൊടുത്തു. ഇനി വേണമെങ്കിൽ സ്റ്റഡ് നിങ്ങൾക്ക് സ്റ്റഡ് മേക്ക് ചെയ്തിട്ട് ഇതിലേക്കൊരു സ്റ്റഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് അവിടെ അത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു കമ്മൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ്സും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റായിട്ട് ജ്വല്ലറി ക്ലാസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ ഇൻട്രൊഡക്ഷൻ മുതൽ നമ്മുടെ ഫ്രീ ക്ലാസ്സിലുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് അതിൽ കയറി ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.